ഭഗവത്ഗീത 2-ാം അധ്യായം 13-ാം ശ്ലോകത്തിൽ ഭഗവാൻ ദേഹാന്തര പ്രാപ്തിയെക്കുറിച്ച് അഥവാ ആത്മാവിന്റെ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്കുള്ള പ്രവേശനത്തെ പറ്റി അഥവാ മരണത്തെ പറ്റി പറയുന്നു. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 13. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാവില്ല. ഈ നമ്മുടെ ശരീരത്തിനുള്ളിലെ ആത്മാവ് ഒരു ബാല്യാവസ്ഥയിൽ നിന്ന്, ഒരു കുട്ടിയുടെ അവസ്ഥയിൽ നിന്ന് ഒരു യുവാവിന്റെ അവസ്ഥയിലെത്തുന്നു. അതിനുശേഷം ഒരു വൃദ്ധന്റെ അവസ്ഥയിലെത്തുന്നു. അതിനുശേഷം ആ വൃദ്ധാവസ്ഥയിൽ ആ ശരീരം ഒരു പഴയ ശരീരമാകുമ്പോൾ ആ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയൊരു ശരീരത്തിലേക്ക് ആ ആത്മാവ് പ്രവേശിക്കുന്നു. ഇതിനെയാണ് മരണം എന്ന് പറയുന്നത്, അഥവാ ദേഹാന്തര പ്രാപ്തി. അപ്പൊ സമചിത്തനായ ഒരാൾക്ക്, ഒരു പണ്ഡിതനായ ഒരു വ്യക്തി ഈ പരിണാമം, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആത്മാവിന്റെ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നില്ല. എന്നുവെച്ചാൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് ഓർത്ത് ഒരു അറിവുള്ള വ്യക്തി ഒരിക്കലും ദുഃഖിക്കുന്നില്ല. കാരണം ആത്മാവിന്റെ ഒരു യാത്രയായിട്ട് മാത്രമേ ഒരു പണ്ഡിതൻ മരണത്തെ കാണുന്നുള്ളൂ. ഇപ്പോൾ ഒരു പഴയ ഒരു വസ്ത്രമോ, ഒരു പഴയ വസ്ത്രം മാറ്റി ഒരു പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുന്നത് പോലെ നമ്മുടെ വാർദ്ധക്യാവസ്ഥയിലുള്ള ഈ ശരീരം നമ്മൾ ഉപേക്ഷിച്ച് പുതിയൊരു ശരീരം നമ്മൾ നേടുന്നു. ഇതിനെയാണ് മരണം എന്ന് പറയുന്നത്. ആ ശരീരം ചിലപ്പോൾ മനുഷ്യന്റെ ആവാം, ചിലപ്പോൾ ദേവന്റെ ആവാം, ചിലപ്പോൾ മൃഗങ്ങളുടേതാകാം. അത് നമ്മൾ ആ ആത്മാവ് ആ പഴയ ശരീരത്തിലിരുന്ന് ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ചിരിക്കും ഇനി ഏത് ശരീരം കിട്ടണം, ഏത് ലോകത്തിൽ ജീവിക്കണം എന്നതെല്ലാം. ശരീരസ്ഥനായ ആത്മാവ് അഥവാ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. പണ്ഡിതനായ ഒരു വ്യക്തിക്ക് ഈ മാറ്റത്തെ പറ്റി ഓർത്ത് സംഭ്രമമില്ല. ഒരു വസ്ത്രം, ഒരു പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയേ ഉള്ളൂ മരണം. ആത്മാവിന്റെ ഒരു യാത്ര മാത്രമാണ് മരണം. ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുന്നു. അതുകൊണ്ട് അർജുന, നീ മരണത്തെക്കുറിച്ച് ഓർത്ത്, കൗരവരുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. ശരീരം മാത്രമാണ് മാറുന്നത്. ആത്മാവിന് മാറ്റമില്ല. കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ശരീരം മാറി യുവാവാകുന്നു, ആ ശരീരം മാറി വൃദ്ധനാകുന്നു. എങ്കിലും ആത്മാവ് പഴയതാകുന്നില്ല, അതെപ്പോഴും നശിക്കാതെ നിൽക്കുന്നു. ശരീരമാണ് നശിക്കുന്നത്, അത് കാലത്തെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ആത്മാവ് എന്നും ശുദ്ധമായിരിക്കും, എല്ലാ കാലത്തും അത് നശിക്കാത്തതുമായിരിക്കും. ആ ആത്മാവ് അടങ്ങിയ ആ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ശരീരം വെച്ച് നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന അടുത്ത ശരീരം. മരണസമയത്ത് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, മരണസമയത്ത് എന്നെ ഓർത്ത് മരിക്കുകയാണെങ്കിൽ നീ എൻ്റെ സുധാമത്തിലേക്ക് വരുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവാനെ ഓർത്താണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് ആ വ്യക്തി ചെല്ലും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ആ ആത്മാവ് ആ ആഗ്രഹത്തിനനുസരിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ ജനിക്കും. അപ്പോൾ ആത്മാവിനെ തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു മെഷീനാണ് ഈ ശരീരം. ആ ആത്മാവിനെ നയിക്കാൻ എപ്പോഴും പരമാത്മാവും ആത്മാവിന്റെ ഒപ്പം കൂടെയുണ്ട്.
ആത്മാവിന് പൂർണ്ണമായ ആനന്ദം ലഭിക്കുന്നത് ആ ആത്മാവിന്റെ ലക്ഷ്യം ഭഗവാനാകുമ്പോഴാണ്. അപ്പോൾ കൂടുതലും ഏത് ശരീരത്തിലാണെങ്കിലും ആത്മാവ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഭഗവാനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആത്മാവ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരമാത്മാവിലേക്ക് എത്താനായിരിക്കണം. ഓ നമോ ഭഗവതേ വാസുദേവായ.